ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗയോഗത്തിലെ 10 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 11-ാമത്തെ ശ്ലോകം നോക്കാം. അഫലകാംക്ഷിഭിർയജ്ഞോ വിധിദൃഷ്ടോ യുജ്യത്തെ യഷ്ടവ്യമേവേതി മനഃ സമാധായ സ സാത്വികാ. യഷ്ടവ്യം ഏവ ഇതി, യജിക്കേണ്ടതു തന്നെ എന്ന് അഥവാ അനുഷ്ഠിക്കേണ്ടത് തന്നെ എന്ന്, മനഃസമാധായ മനസ്സിനെ ഉറപ്പിച്ച്, അഫലകാംക്ഷിഭിർ ഫലപ്രതീക്ഷ കൂടാതെ, വിധിദൃഷ്ട ശാസ്ത്രവിധി പ്രകാരം, യജ്ഞ യുജ്യതേ സ ഏതൊരു യജ്ഞമാണോ അനുഷ്ഠിക്കപ്പെടുന്നത് അത് സാത്വിക സാത്വികമാകുന്നു. ഇത് അനുഷ്ഠിക്കേണ്ടത് തന്നെ അഥവാ ഇത് യജിക്കേണ്ടത് തന്നെ എന്ന് മനസ്സിൽ ഉറപ്പിച്ച്, ഫലപ്രതീക്ഷ കൂടാതെ ശാസ്ത്രവിധി പ്രകാരം അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞം സാത്വികമാകുന്നു. ഇത് തൻ്റെ കർത്തവ്യമാണ്, ഇത് ഞാൻ തീർച്ചയായും അനുഷ്ഠിക്കേണ്ടതാണ് എന്ന ഭാവത്തോടെ, ദൃഢനിശ്ചയത്തോടെയും ഫലകാംക്ഷ കൂടാതെയും ശാസ്ത്രവിധി പ്രകാരവും ചെയ്യുന്ന യജ്ഞങ്ങളാണ് സാത്വിക യജ്ഞങ്ങൾ. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് യജ്ഞങ്ങൾ അനുഷ്ഠിക്കുക. എന്നാൽ ഫലചിന്തയൊന്നും കൂടാതെ ഇത് ചെയ്യേണ്ടത് എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ കടമയാണ് എന്ന ചിന്തയോടെ വേണം കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ എന്നാണ് ശാസ്ത്രവിധി. അങ്ങനെയുള്ള കർമ്മങ്ങളെയാണ് സാത്വിക കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ക്ഷേത്രദർശനത്തിന് പോകുന്നത് ഭഗവത് ദർശനത്തിനും ആത്മസമർപ്പണത്തിനും ആകണം, മറ്റുദ്ദേശങ്ങളൊന്നും പാടില്ല. എന്നാൽ പലപ്പോഴും ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിനായി വഴിപാടുകൾ നേരുകയും അതിനായി ക്ഷേത്രത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വാർത്ഥപൂർണമാകുന്നു. അത് പൂർണ്ണ അർത്ഥത്തിൽ സാത്വിക കർമ്മമാകുന്നില്ല. അതുപോലെയാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും. എന്തെങ്കിലും ഫലം പ്രതീക്ഷിച്ച് ആരുടെയെങ്കിലും അവരുടെ കയ്യിൽ നിന്നുള്ള ഒരു ഉപഹാരം പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ അവർ നമ്മളെ പുകഴ്ത്തുമെന്ന് കരുതി അഭിനന്ദനം പ്രതീക്ഷിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും പൂർണ്ണ അർത്ഥത്തിൽ സാത്വികമാവുകയില്ല. യാതൊരു ഫലപ്രതീക്ഷയും കൂടാതെ ഇത് എൻ്റെ കടമയാണ് എന്ന ഭാവത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് സാത്വികമാകുന്നത്. നിസ്വാർത്ഥമായിരിക്കണം കർമ്മങ്ങൾ, എങ്കിൽ മാത്രമേ സാത്വിക കർമ്മങ്ങൾ എന്ന് പറയാനാകൂ എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.